ലോജിക്കലായി ചിന്തിച്ചാലും ചില കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി ഉണ്ടാവില്ല. അതുപോലെ കുറേയധികം ദുരൂഹത നിറഞ്ഞ മരണങ്ങളും നമുക്ക് ചുറ്റും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 126 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരെയും ഞെട്ടിച്ച് 3 മരണത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സംഭവം നടക്കുന്നത് 1900-ലാണ്. അവിടെ സ്കോട്ട്ലൻഡിലുള്ള ഒറ്റപ്പെട്ട ഒരു ദ്വീപ്, ദ ഫ്ലാനൻ ഐലൻഡ്. ഈ ഐലൻഡിനെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഒരു ലൈറ്റ് ഹൗസിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഒരു കൂറ്റൻ ലൈറ്റ് ഹൗസ് ഈ ദ്വീപിൽ സ്ഥാപിച്ചിട്ടുണ്ട്, ഷിപ്പുകൾക്കും മറ്റും വഴി കാട്ടുന്നതിനായിട്ടും സിഗ്നൽ നൽകുന്നതിനായിട്ടും. ഈ വലിയ കൂറ്റൻ ലൈറ്റ് ഹൗസ് നോക്കുന്നതിനായിട്ട്, അതായത് ഇവിടുത്തെ ഈ ലൈറ്റ് അണയാതെ നോക്കുന്നതിനായിട്ട് വളരെയധികം പരിചയസമ്പന്നരായ 3 കീപ്പർമാരും ഈ ഒരു ഐലൻഡിലുണ്ടായിരുന്നു. തോമസ് മാർഷൽ, ജെയിംസ് ഡ്യൂക്കറ്റ്, ഡൊണാൾഡ് മക്കാർത്തർ, ഇങ്ങനെയായിരുന്നു 3 പേരുടെയും പേര്. അതായത് കുറേയധികം യുദ്ധങ്ങളിലും മറ്റും പങ്കെടുത്ത് വളരെയധികം ധൈര്യശാലികളായ 3 പേർ. ഇങ്ങനെയുള്ള 3 പേരെ ഈ ദ്വീപിലെ ലൈറ്റ് ഹൗസ് നോക്കുന്നതിനായിട്ട് കീപ്പർമാരായിട്ട് വെക്കുന്നതിനും കാരണമുണ്ടായിരുന്നു. കാരണം മാസങ്ങളോളം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ, യാതൊരു തരത്തിലും കോണ്ടാക്റ്റ് ഇല്ലാതെ വേണം ഈ ദ്വീപിൽ താമസിക്കാൻ. സ്വാഭാവികമായും ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ താമസിക്കുന്ന മനുഷ്യർ എത്തും. അതുകൊണ്ട് തന്നെ വളരെയധികം മനഃശക്തി ഉള്ളവർ വേണം ഈ ഒരു കീപ്പർ ജോലിക്ക് എന്നുള്ളത് അവിടുത്തെ അധികൃതർക്ക് നിർബന്ധമായിരുന്നു. അതിനെ തുടർന്നാണ് തോമസും ജെയിംസും ഡൊണാൾഡും ഒക്കെ തന്നെ ഈ ദ്വീപിലേക്ക് എത്തിയത്. അങ്ങനെയിരിക്കെ ഡിസംബർ 15-ന് അതുവഴി ഒരു കപ്പൽ പോവുകയാണ്. എന്നാൽ ലൈറ്റ് ഹൗസ് തെളിഞ്ഞതായി ആ കപ്പലിന് സിഗ്നൽ ലഭിക്കുന്നില്ല. തുടർന്ന് ഇവർ അധികൃതരെ അറിയിക്കുന്നുണ്ട്, ഈ തരത്തിൽ നമ്മുടെ ദ്വീപിൽ നിന്ന്, അതായത് ഫ്ലാനൻ ഐലൻഡിൽ നിന്ന് ലൈറ്റ് ഹൗസ് തെളിഞ്ഞതായിട്ട് കാണുന്നില്ല എന്നുള്ളത്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഈ കപ്പലിന് ആ ദ്വീപിലേക്ക് അടുക്കാനും സാധിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അതായത് കൃത്യം ഡിസംബർ 26, ഈ സംഭവം നടന്നിട്ട് 11 ദിവസങ്ങൾക്ക് ശേഷം ജോൺ മൂർ എന്ന ഒരു കീപ്പർ റിലീഫ് കപ്പലിൽ ആ ദ്വീപിലേക്ക് ചെന്നു. തുടർന്ന് പലതവണ ഹോൺ മുഴക്കി, സിഗ്നലുകൾ നൽകി, എന്നിട്ടൊന്നും ആ ദ്വീപിൽ നിന്ന് തിരിച്ചൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായും അദ്ദേഹം എന്ത് ചെയ്തു? ദ്വീപിലേക്ക് കടന്നു. ആ ലൈറ്റ് ഹൗസിൻ്റെ പുറത്തായി ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹം എത്തി. അവിടേക്ക് അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴുണ്ട് ശക്തമായ രീതിയിൽ, അതായത് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഒരു ഒരു പൂട്ടിയിട്ടുണ്ട് ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. തുടർന്ന് ഇദ്ദേഹം അടുക്കള വഴിയാണ് ഈ ലൈറ്റ് ഹൗസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. അടുക്കളയിലേക്ക് കയറിയപ്പോൾ ഇദ്ദേഹം കണ്ട കാഴ്ചയെന്ന് പറയുന്നത്, ഭക്ഷണം കഴിക്കാൻ തയ്യാറാക്കി ഈ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് 3 പേർക്കും. ഒരു കസേരയാകട്ടെ മലർന്ന് വീണ് കിടപ്പുണ്ട്. അതായത് പെട്ടെന്ന് ഒരാൾ എഴുന്നേറ്റ് പോയ തരത്തിൽ അവിടെ കസേരയും വീണ് കിടപ്പുണ്ട്. പിന്നീട് ഈ 3 പേരെയും കാണാതായതോടുകൂടി ഇവരെ തിരക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഇവരെ കണ്ടെത്താൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് മൂർ അന്വേഷിച്ചു. അതിൽ നിന്ന് കണ്ടെത്താനായത് അവിടുത്തെ ലോഗ് ഡയറിയാണ്. അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയറി. ആ ഡയറിയിൽ അവസാനമായി എൻട്രി ചെയ്തിരിക്കുന്നത് ഡിസംബർ 15-ലാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: ഭയങ്കരമായ കാറ്റ്, ഞാനും ജെയിംസും പ്രാർത്ഥിക്കുകയായിരുന്നു, എന്നാൽ ഡൊണാൾഡ് ആകട്ടെ കരയുകയായിരുന്നു. ഡൊണാൾഡ് മക്കാർത്തർ എന്ന് പറയുന്നത് വളരെയധികം പരിചയസമ്പന്നനായ ഒരു കീപ്പറായിരുന്നു. അദ്ദേഹം കരയണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടാകില്ലേ. പക്ഷേ അതിന് വേണ്ട തെളിവുകളൊന്നും തന്നെ അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ചുറ്റും പരിശോധിച്ചു, എങ്കിലും 3 പേരുടെ യാതൊരുവിധ അവശേഷിപ്പുകളും അവിടെ കണ്ടെത്താനായില്ല. ആകെ കണ്ടെത്താനായത് ജെയിംസിൻ്റെയും തോമസിൻ്റെയും വളരെയധികം എത്രയധികം മഴ നനഞ്ഞാൽ പോലും അത്രത്തോളം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള 2 കോട്ടുകളാണ്. അപ്പോൾ കോട്ടുകൾ പോലും ധരിക്കാതെ ആ രാത്രിയിൽ അവർ പുറത്തേക്ക് ഇറങ്ങിയത് എന്തിനായിരിക്കും? വളരെയധികം ശക്തമായ തിരമാലകളൊക്കെ ഉണ്ടാകുന്നൊരു ദ്വീപാണത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കോട്ട് പോലും ധരിക്കാതെ ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക? അതായത് ഡൊണാൾഡ് കോട്ട് ധരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താം. എന്നിരുന്നാലും ഈ 3 പേർക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിനെ തുടർന്ന് 3 തിയറികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ തിയറി എന്ന് പറയുന്നത്, വളരെ ശക്തമായ ഒരു തിരമാല അന്ന് രൂപപ്പെട്ട് ആ തിരമാല ഈ 3 പേരെയും വിഴുങ്ങിയതായിരിക്കാം. അതിനു മുമ്പുണ്ടായ അതിശക്തമായ ശബ്ദം കേട്ട് ഇവർ 3 പേരും പുറത്തിറങ്ങിയപ്പോഴേക്കായിരിക്കാം ഈ തിരമാല ഇവരെ വിഴുങ്ങിയിട്ടുണ്ടാവുക എന്നതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആരെങ്കിലും ഒരാൾ, ആ കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും ഭയങ്കരമായൊരു ഭ്രാന്ത് ഉണ്ടായി. ആ ഭ്രാന്തുണ്ടായ ആൾ മറ്റു 2 പേരെയും കൊന്നതിന് ശേഷം സ്വയം ആത്മഹത്യ ചെയ്തതായിരിക്കാം.
മൂന്നാമതായി വന്ന തിയറി എന്ന് പറയുന്നത് അങ്ങനെ ലോജിക്കലായി ചിന്തിക്കുന്ന ഒരാൾക്കും ദഹിക്കാത്തൊരു തിയറിയാണ്. അതായത് ആ ദ്വീപ് ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അവിടെ അദൃശ്യമായ ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ അദൃശ്യ ശക്തി ഒറ്റ രാത്രി കൊണ്ട് ഈ 3 പേരെയും ഇല്ലാതാക്കി എന്നതാണ്. 126 വർഷങ്ങൾ കഴിഞ്ഞു. ആ ദ്വീപിൽ ഇന്നും ഈ 3 കീപ്പർമാരുടെയും പ്രേതങ്ങളുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അവിടെ താമസിച്ച്, അതായത് ഈ പറയുന്ന ഗ്രാമവാസികളും മറ്റും ഉണ്ടാകുമല്ലോ, അവർ പലതവണ ഈ 3 പേരുടെയും സാന്നിധ്യം ആ ലൈറ്റ് ഹൗസിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അന്ന് രാത്രി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? തോമസിൻ്റെയും ജെയിംസിൻ്റെയും ഡൊണാൾഡിൻ്റെയും അപ്രത്യക്ഷമായ ആ ഒരു സംഭവത്തിന് കാരണമായത് എന്തായിരിക്കാം? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പറഞ്ഞതുപോലെ അദൃശ്യ ശക്തിയായിരിക്കുമോ, അതോ കുറേ നാളായിട്ട് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞ് അവർക്കുണ്ടായ ഭ്രാന്തായിരിക്കുമോ ഇതിന് പിന്നിൽ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ രേഖപ്പെടുത്തൂ.